പ്രേക്ഷകർ കണ്ടിട്ടുണ്ടാവും തൊണ്ടിമുതലും ദൃക്സാക്ഷിയും എന്നൊരു സിനിമ. ആ സിനിമയുടെ സമാനമായൊരു സാഹചര്യത്തിലാണ് പാലക്കാട് ആലത്തൂർ പോലീസ് സ്റ്റേഷനിലെ പോലീസുകാരുള്ളത്. പാലക്കാട് ആലത്തൂരിൽ മോഷണം നടത്തിയ മാല പ്രതി വിഴുങ്ങിയതോടെ തൊണ്ടി കണ്ടെത്താൻ കഴിയാതെ പോലീസ് കുഴങ്ങുകയാണ്. 2 ദിവസം മുൻപ് മേലാർക്കോട് വേലയ്ക്കിടെയാണ് തമിഴ്നാട് മധുര സ്വദേശിയായ മുത്തപ്പൻ മാല മോഷ്ടിച്ച് വിഴുങ്ങിയത്. ഇക്ബാൽ ഇറക്കലുണ്ട് കൂടുതൽ വിവരങ്ങളുമായി. ഇക്ബാൽ, ഈ മാല പുറത്തെടുക്കാൻ കഴിയാതെ പോലീസ് നക്ഷത്രമെണ്ണുകയാണോ? എന്താ ഇനി പോലീസിന് മുന്നിലുള്ള വഴി? അക്ഷരാർത്ഥത്തിൽ ഈ ദൃക്സാക്ഷിയും തൊണ്ടിമുതലുമാണല്ലോ അവിടെ സംഭവിക്കുന്നത്. അരുൺ, അത് 2017 ദിലീഷ് പോത്തൻ്റെ ഒരു സിനിമ ഇറങ്ങിയിരുന്നു, അതായത് തൊണ്ടിമുതലും ദൃക്സാക്ഷിയും എന്ന് പറയുന്നത്. ആ സിനിമയിലുള്ള അതേ രംഗങ്ങളാണ് ഇപ്പോൾ ആലത്തൂർ പോലീസ് സ്റ്റേഷനിൽ അരങ്ങേറുന്നത്. 2 ദിവസം മുമ്പാണ് ഈ മേലാർക്കോട് വേല നടക്കുന്നത്. ആ സമയത്താണ് താഴേക്കോട്ടുകാവ് സ്വദേശിയായിട്ടുള്ള ഒരു കുട്ടിയുടെ കഴുത്തിൽ നിന്നും ഈ മധുര സ്വദേശിയായിട്ടുള്ള മുത്തപ്പൻ ഒരു മാല മോഷ്ടിക്കുന്നത്. 3/4 പവനോളം തൂക്കം വരുന്ന മാലയാണ്, സ്വർണ്ണമാലയാണ് ഈ മുത്തപ്പൻ മോഷ്ടിക്കുന്നത്. നാട്ടുകാർ ഇത് കൃത്യമായി തന്നെ കാണുകയും മുത്തപ്പനെ പിടിച്ച് പോലീസിൽ ഏൽപ്പിക്കുകയും ചെയ്തു. പോലീസ് ആദ്യം ചോദ്യം ചെയ്തപ്പോൾ മുത്തപ്പൻ മാല വിഴുങ്ങിയെന്ന് സമ്മതിച്ചില്ല. പിന്നീട് പാലക്കാട് ജില്ലാ ആശുപത്രിയിലേക്ക് എത്തിച്ച് എക്സ്റേ പരിശോധന നടത്തിയപ്പോഴാണ് മുത്തപ്പൻ്റെ വയറിനകത്ത് ഈ മാല ഉള്ളതായി പോലീസ് സ്ഥിരീകരിക്കുന്നത്. പിന്നീട് മരുന്നുകൾ നൽകി മുത്തപ്പൻ്റെ വയറിളക്കിക്കൊണ്ട് ഈ മാല പുറത്തേക്ക് എത്തിക്കാൻ പോലീസ് ശ്രമിച്ചു. പക്ഷേ ഈ 2 ദിവസമായിട്ടും ഈ മാല പുറത്തേക്ക് എത്തിക്കാനോ തൊണ്ടി കണ്ടെത്താനോ പോലീസിന് സാധിച്ചിട്ടില്ല. തുടർച്ചയായി എക്സ്റേ പരിശോധനകൾ നടത്തുന്നുണ്ട്. അപ്പോഴെല്ലാം ഈ മാല ഇപ്പോഴും ഇയാളുടെ വയറ്റിൽ തന്നെ നിൽക്കുകയാണ്. ഏതായാലും ഇനി ഡോക്ടർമാരുടെ നിർദ്ദേശത്തിന് വേണ്ടി കാത്തു നിൽക്കുകയാണ് പോലീസ്. ഈ മാല പുറത്തു വരണമെന്നുണ്ടെങ്കിൽ സാധാരണ രീതിയിലുള്ള എല്ലാ അടവുകളും പോലീസ് പ്രയോഗിച്ചിട്ടുണ്ടാവും അല്ലേ? അതെ, പോലീസിന് ചെയ്യാൻ കഴിയാവുന്ന എല്ലാ മാർഗ്ഗങ്ങളും പോലീസ് ഇതിനോടകം ചെയ്തിട്ടുണ്ട്. മരുന്ന് നൽകി, അതുപോലെ തന്നെ ഭക്ഷണം നൽകിയെല്ലാം ഇയാളുടെ വയറിളക്കിക്കൊണ്ട് ഈ മാല പുറത്തേക്ക് എത്തിക്കാനുള്ള ശ്രമമാണ് പോലീസ് നടത്തിയത്. പക്ഷേ ഈ 2 ദിവസമായിട്ടും പോലീസ് അത്തരത്തിലുള്ള ശ്രമം നടത്തി ഈ മാല പുറത്തേക്ക് എത്തിക്കാൻ പോലീസിന് കഴിയുന്നില്ല. അങ്ങനെയാണ് ഇപ്പോൾ പോലീസ് ഡോക്ടർമാരോട് ഇനി ശസ്ത്രക്രിയ എന്തെങ്കിലും ചെയ്ത് ഈ മാല പുറത്തെത്തിക്കാൻ കഴിയുമോ എന്നൊരു നിർദ്ദേശം ചോദിച്ചിരിക്കുന്നത്. ഏതായാലും ഇയാളുടെ ആരോഗ്യനില തൃപ്തികരമാണെങ്കിൽ മാത്രമേ ഈ മുത്തപ്പൻ്റെ ശസ്ത്രക്രിയ നടത്തിക്കൊണ്ട് ഈ മാല പുറത്തേക്ക് എത്തിക്കാൻ കഴിയുള്ളൂ. ഏതായാലും അതുമായി ബന്ധപ്പെട്ട നീക്കങ്ങളെല്ലാം ഉണ്ടാവുമെന്ന് കരുതാം. ഏതായാലും ഇപ്പോഴും ഈ മുത്തപ്പൻ പാലക്കാട് ജില്ലാ ആശുപത്രിയിൽ പ്രവേശിപ്പിച്ച് അയാളെ നിരീക്ഷിച്ചു കൊണ്ടിരിക്കുകയാണ് പോലീസ്. അരുൺകുമാർ, ഈ 3/4 പവന്റെ മാലയും വയറ്റിനുള്ളിലുണ്ടോ? പൂർണ്ണമായും ഈ മാലയുടെ ഭാഗങ്ങളെല്ലാം പൂർണ്ണമായും ഇയാൾ വിഴുങ്ങി എന്നാണ് വീട്ടുകാർ പറയുന്നത്. എക്സ്റേ പരിശോധനയിലും ഈ മാല ഇയാളുടെ വയറ്റിൽ ഉണ്ട് എന്ന് സ്ഥിരീകരിച്ചിട്ടുണ്ട്. തുടർച്ചയായുള്ള പരിശോധനകളിലെല്ലാം ഈ മാല വയറ്റിനകത്ത് തന്നെ കണ്ടെത്താനും വേണ്ടിയും സാധിച്ചിട്ടുണ്ട്. പക്ഷേ ഈ മാല പുറത്തേക്ക് വരുന്നില്ല. അതാണ് പോലീസിനെ ആകെ കുഴക്കിയിട്ടുള്ളത്. ഏതായാലും ആലത്തൂർ പോലീസ് വല്ലാത്തൊരു ഗതികേടിലേക്ക് മാറിയിരിക്കുകയാണ്. കാരണം അവർക്ക് തൊണ്ടി മുതൽ പുറത്തേക്ക് എത്തിക്കാൻ കഴിയാതെ അല്ലെങ്കിൽ കിട്ടാതെ അവർക്ക് ഇയാൾക്കെതിരെ യാതൊരു നടപടിയും സ്വീകരിക്കാനും കഴിയില്ല. ഏതായാലും ആ തൊണ്ടി മുതൽ എങ്ങനെയെങ്കിലും പുറത്തേക്ക് എത്തിച്ച ഇയാൾക്കെതിരെ നടപടികൾ ആരംഭിക്കാനാണ് പോലീസ് ശ്രമിക്കുന്നത്. താഴേക്കോട്ടുകാവ് സ്വദേശിയായിട്ടുള്ള യുവാവിൻ്റെ കുട്ടിയുടെ മാലയാണ് ഇത്തരത്തിൽ 3/4 പവനോളം വരുന്ന സ്വർണ്ണമാലയാണ് മുത്തപ്പൻ മോഷ്ടിച്ചപ്പോൾ വിഴുങ്ങി ഇപ്പോൾ ആകെ പോലീസിനുൾപ്പെടെ കുടുക്കിയിരിക്കുന്നത് അല്ലെങ്കിൽ കുഴക്കിയിരിക്കുന്നത്. അരുൺകുമാർ, ഈ അയാൾക്ക് വേറെ അസ്വസ്ഥതയൊന്നുമില്ലല്ലേ ഈ വയറ്റിൽ മാലയുണ്ടായിട്ടും? അതായത് മുത്തപ്പൻ ആകെ ആരോഗ്യവാനാണ്, ഇപ്പോഴും ഒരു കുഴപ്പവുമില്ല. ആകെയുള്ളൊരു പ്രശ്നം പോലീസും അതുപോലെ തന്നെ ഡോക്ടർമാരും ആരോഗ്യ പ്രവർത്തനം ഇടയ്ക്ക് നൽകുന്ന ഈ മരുന്നാണ്. കാരണം ഈ മരുന്ന് കഴിച്ച് വയറിളക്കിയാൽ മാത്രമേ ഈ മാല പുറത്തേക്ക് എത്തിക്കാൻ സാധിക്കുകയുള്ളൂ. അതിൻ്റെ ചെറിയ രീതിയിലുള്ള ആരോഗ്യ പ്രശ്നങ്ങൾ എന്നല്ലാതെ യാതൊരു രീതിയിലുള്ള പ്രശ്നങ്ങളും ഈ മുത്തപ്പൻ ഈ മാല വിഴുങ്ങിയത് കൊണ്ട് ഇല്ല എന്നാണ് പോലീസ് മനസ്സിലാക്കുകയും ചെയ്തിട്ടുള്ളത്. കാരണം എക്സ്റേ സംവിധാനങ്ങൾ പരിശോധിക്കുമ്പോൾ ആലത്തൂർ പോലീസിന്റെ ഒരു ഗതികേട്